ഓടി വാ. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ ഞാനിന്ന് ഭയങ്കര നൊസ്റ്റാൾജിക് ആയി. കാരണം ഓഫ് ഡേയ്സിൽ ഇവിടെ വീട്ടിൽ ഞാൻ മാത്രം തനിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചിരുന്ന് നൊസ്റ്റാൾജിക് ആയതാണ്. അപ്പൊ ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് വന്നത് പൊതിച്ചോറും പൊതി ബിരിയാണിയും ഒക്കെയാണ്. നമ്മളിപ്പോൾ നാട്ടിൽ നമ്മുടെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഊണ് ടൈം മീൻസ് ഒരു ലഞ്ച് ടൈമിനൊക്കെയാണ് നമ്മൾ എവിടെയെങ്കിലും പോകുന്നതെങ്കിൽ അവിടെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഒരുപാട് മെനു ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ആ മെനു എല്ലാം അവർ പറഞ്ഞതിന് ശേഷം അവരൊരു പൊതിച്ചോറോ പൊതി ബിരിയാണിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ഡൈവേർട്ടായി, നമ്മുടെ മൈൻഡ് ഡൈവേർട്ടായിട്ട് നമുക്ക് ആ ഒരു പൊതിച്ചോറ് അല്ലെങ്കിൽ പൊതി ബിരിയാണി മതി എന്ന് നമുക്ക് തോന്നും അല്ലേ. സ്കൂളിൽ കൊണ്ടുപോയിട്ട് നല്ല വാട്ടിയ വാഴയിലയിൽ നമ്മൾ ചോറ് കഴിക്കുന്ന സമയമാകുമ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ പറയുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ആ ഒരു നല്ലതായിട്ട് ആ ഒരു വാഴയിലയുടെ മണവും പിന്നെ അതിൻ്റെ അകത്ത് വെക്കുന്ന ആ ഒരു കറികളും വെളിച്ചെണ്ണയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും അമ്മമാർ. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്നേഹത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര നൊസ്റ്റു അടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ ആയി ബിരിയാണി കഴിച്ചിട്ട് അപ്പം ഇന്ന് പൊതി ബിരിയാണി ആക്കിയാലോ എന്ന് വിചാരിച്ചു. ഞാൻ ലാസ്റ്റ് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹൗൺസ്ലോയിൽ പോയി പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ. ആ സമയത്ത് ഞാൻ മേടിച്ചതാണ് ഈ വാഴയില. അപ്പോൾ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന പൊതി ബിരിയാണിയാണ്. നമുക്ക് ഹൗൺസ്ലോയില് ഒട്ടുമിക്ക സാധനമൊന്നുമല്ല, എല്ലാ സാധനങ്ങളും തന്നെ അവൈലബിൾ ആണ്. കണ്ടോ, ഇവൻ വാഴയില പോലും അവൈലബിൾ ആണ്. ഇങ്ങനെ പാക്കറ്റിലാക്കി വരുന്ന ഫ്രോസൺ അല്ലാണ്ട് വരുന്ന ചക്ക ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് കാണിക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ടെസ്കോന്റെ ബ്രാൻഡ് ആയിട്ടുള്ള ബസ്മതി റൈസ് ആണ്. ഇത് 1 kg ആണ്. എനിക്ക് തോന്നുന്നു ഇതിന് 1.75 ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത്, പ്രൈസ് വരുന്നത്. പിന്നെ ഞാൻ നമ്മുടെ അരി എടുത്ത് സോക്ക് ചെയ്ത് ഒരു 30 minutes സോക്ക് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഒരു 1 kg ചിക്കൻ ആണ്. കണ്ടോ, ഈ ഒരു ചിക്കനിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയും ജിഞ്ചർ ഗാർലിക് അതുപോലെ പച്ചമുളകും ഇതെല്ലാം കൂടെ പേസ്റ്റ് ആക്കി ഉപ്പും നാരങ്ങ നീരും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാനൊരു ചിക്കൻ ഫ്രൈയും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഫ്രൈക്കായിട്ട് എടുത്തിരിക്കുന്ന ചിക്കൻ ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന മാരിനേഷനാണ്, അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബിരിയാണിക്കുള്ളത്. തൈര് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഗ്രീൻ കളറിൽ വരുന്നതെല്ലാം 0% ആയിരിക്കും ഇതിന്റെ ഫാറ്റ് വരുന്നത്. ബ്ലൂ ആണെങ്കിൽ ഫാറ്റ് ഇച്ചിരി കൂടി ഹൈ ആയി നിൽക്കും. ഞങ്ങൾ എപ്പോഴും 0 ഫാറ്റ് ആണ് മേടിക്കാറ്. പിന്നെ സാലഡിന് വേണ്ടിയിട്ടുള്ള കുക്കുംബർ, കൊറിയൻഡർ, മിന്റ് ലീവ്സ് എടുത്തിട്ടുണ്ട്. എപ്പോഴും കൊറിയൻഡർ ലീവ്സ് നമ്മൾ ഈ ഹൗൺസ്ലോയിലൊക്കെ പോയി മേടിക്കുന്നതെങ്കിൽ ഈ കൊറിയൻഡറും പാസ്ലി ലീവ്സും ഒന്നിച്ചിരിക്കും. അപ്പൊ നമ്മൾ കെയർഫുൾ ആയിട്ട് എടുത്തില്ലെങ്കിൽ നമ്മൾ കൊറിയൻഡറിന് പകരം പാസ്ലി എടുത്തിട്ട് വരും. കാരണം അപ്പിയറൻസ് വൈസ് ഇത് രണ്ടും ഒരേപോലെ ആയിരിക്കുന്നത് നമ്മൾ സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കണം. പിന്നെ ടെസ്കോ അങ്ങനെയുള്ള ഷോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തായാലും ലേബൽ ചെയ്ത് പാക്കറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ വരുന്നില്ല അവിടെ. പിന്നെ നാരങ്ങ എടുത്തിട്ടുണ്ട്. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവോള ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം പപ്പടം. അപ്പൊ ഇതൊക്കെ ഞാനിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ പെട്ടെന്ന് അങ്ങ് കുക്ക് ചെയ്ത് പോവാം. കുക്കിങ്ങും ഇടയ്ക്ക് നമ്മൾ കട്ടിങ്ങും ഒക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കട്ടിങ് ചോപ്പിംഗ് അപ്പോൾ നമുക്കൊരു ടൈം അങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ആദ്യം തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓടിവാ, നമുക്ക് കുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഫ്ലെയിം ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഹോൾ സ്പൈസസ്, ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള എല്ലാ സ്പൈസസും ഒന്നിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇടുക. പിന്നെ നമുക്ക് വേണ്ട ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ സീനാവും. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് എനിക്ക് അറിയത്തില്ല എത്ര ഉപ്പ് ഇടണമെന്ന്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടാണ് നോക്കുന്നത് എത്ര ഉപ്പ് വേണമെന്ന്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് അരി ഇടാം ഇതിനകത്തേക്ക്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണീൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ വെച്ചിട്ടുണ്ട് പാനല്ല, ഇവിടെ ഒരു വെസൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പച്ചമുളക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് നന്നായിട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറിയിട്ട് നമുക്ക് ഉള്ളിയിട്ട് സോട്ട് ചെയ്തെടുക്കാം.
നമുക്ക് ഈ ബിരിയാണിക്കായിട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിനകത്തേക്ക് കുറച്ച് നാരങ്ങ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആ ഒരു അരിന്റെ ടെക്സ്ചർ ഒന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നാരങ്ങ ഒഴിച്ചു. ഇതിവിടെ കിടന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഇവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നമുക്കിതിന്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്യാം. നല്ല മണം വരുന്നു. ഇതിവിടെ ലോ ഫ്ലെയിമിൽ കടന്ന് ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് കണ്ടോ, ഇത് വെള്ള കളറിൽ വരുന്ന സവോളയാണ്. ഇതാകുമ്പോൾ വഴറ്റി കിട്ടാൻ വഴണ്ട് കിട്ടാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇത് കണ്ടോ, ഇതിന്റെ രണ്ടിനും പ്രൈസ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. ഈ ഒരു വൈറ്റ് സവാളയ്ക്ക് ഇച്ചിരി കൂടി കുറവ്, എനിക്ക് തോന്നുന്നു ഒരു 65 pence അത്രേ ഉള്ളൂ. ഇത് 1 kg ആകുമ്പോഴത്തേക്കും ഒരു 75 pence അത്രേ വരുന്നുള്ളൂ. പക്ഷെ എളുപ്പം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. ആ ഒരു എളുപ്പത്തിനാണ് ഞാൻ ഈ ഒരു സവാള എടുത്തത്. നമുക്കിത് ഇളക്കി കൊടുക്കാം. വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമുളകിന്റെ ഒക്കെ ആ ഒരു പച്ചമണം റോ സ്മെല്ല് മാറിയിട്ടുണ്ട്. നമുക്ക് സവാള ഇതിനകത്തേക്ക് ഇടാം. ഞാനിപ്പോൾ ഒരു 1 kg ഉള്ള ചിക്കൻ എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ ഈ ഒരു വലുപ്പത്തിനുള്ള 4 സവാളയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ എന്തായാലും നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് കൂടി പോവാൻ പാടില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് ഉപ്പിടാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അരി ഇടാം. നമ്മൾ 30 മിനിറ്റ് സോക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന അരിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പം ഓൾമോസ്റ്റ് ഒരു 4 കപ്പ്, മെഷറിംഗ് കപ്പിൽ ഒരു 4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് സ്പൂൺ ഇട്ട് ഞാൻ ഇളക്കി കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമുക്കൊരു 75% അതൊന്ന് കുക്കായി കിട്ടുമ്പോഴേക്കും സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ബാക്കി ദമ്മി കിടന്നായിക്കോളും. ഞാനിവിടെ സവാള ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. ചോറ് 75% വെന്ത സമയത്ത് ഞാൻ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി മസാല അവിടെ റെഡി ആവുന്നു. അപ്പൊ അതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ട പൊടികളൊക്കെ ഇടാം. സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടിയും ഗരം മസാലയും മാത്രമേ ഇടുന്നുള്ളൂ. കാരണം ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് ചിക്കൻ്റെ അകത്ത് കുറച്ച് കാശ്മീരി ചില്ലിയും അതുപോലെ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്താണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ ഇത്ര മാത്രം മതി. ലൈറ്റ് മാരിനേഷൻ ആണ് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയാണ് ഇപ്പൊ ഞാൻ ഇടുന്നത്. ഇതിന്റെ പച്ചമണം പോകുന്നത് വരയ്ക്ക് നമുക്ക് സോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ആ മഞ്ഞപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ ടൊമാറ്റോ ആണ്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയ ശേഷമാണ് നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം വരും. അപ്പൊ ഞാനിത് കുക്ക് ചെയ്യാൻ ഇട്ടിരിക്കുക. ഇവിടെ കിടന്ന് കുക്കായിക്കോളും. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക.
നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് മല്ലിയിലയും പുതിനയിലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് 1 സ്പൂൺ തൈരുമായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കും. എന്നിട്ടാണ് പിന്നെ ദം ചെയ്തെടുക്കുന്നത്. പുളിപ്പിന് ആവശ്യമായിട്ട് 1 സ്പൂൺ തൈര് കൂടെ ആഡ് ചെയ്ത് നമ്മളിത് മിക്സ് ചെയ്ത് മാറ്റി വെക്കും. കാഷ്യൂ ഫ്രൈ ചെയ്തെടുക്കുവാണ്. അതിനുശേഷം ഞാൻ ദേ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ റൈസിൻസ് ഫ്രൈ ചെയ്തെടുക്കണം. ആ സെയിം എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അതിനുശേഷം ദേ ആ സെയിം എണ്ണയിൽ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഫ്രൈ ആക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ചിക്കനും കൂടി ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ സാലഡ് ഉണ്ടാക്കണം, പപ്പടം പൊരിക്കണം, മുട്ട പുഴുങ്ങണം. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി സെറ്റ്. ഇത് നമ്മൾ വാഴയിലയിലാക്കി പൊതിഞ്ഞ് വെക്കുന്നു. കുറച്ച് കഴിഞ്ഞെടുത്ത് കഴിക്കുന്നു. ആഹാ. ഞാനിവിടെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇതിന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കൊരു അല്പം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഞാനിവിടെ കാഷ്യൂവും റൈസിൻസും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ദേ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി ആ സെയിം എണ്ണയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് നാട്ടിലാണെങ്കിൽ പൊതിച്ചോറല്ല, പൊതി ബിരിയാണി അല്ല കഴിക്കാൻ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മേടിക്കുകയും ചെയ്യാം. ഇവിടെ നമുക്ക് മേടിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഏതോ ഒരു വീഡിയോയില്, ഞങ്ങൾ താമസിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് 1-2 മാത്രമേ ഉള്ളൂ. അവിടെ പൊതിച്ചോറ്, പൊതി ബിരിയാണി അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാ വാഴയിലുള്ള ആ ഒരു സോസ് തേടി പോയി നമ്മൾ അത് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. അതേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ നാട്ടിലുള്ളവർക്കാണെങ്കിൽ പറമ്പിൽ പോയി വാഴയില എടുത്ത് പൊതിച്ചോറല്ല, പൊതി ബിരിയാണി അല്ല, എന്തോ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പൊ ഇതിവിടെ ആവുന്ന സമയത്ത് ഇതൊന്ന് സോർട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഇവിടെ ദം ചെയ്യാനുള്ള എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ പോകുന്നത് ദം ചെയ്യാനാണ്. നമുക്ക് ദം ചെയ്യുമ്പോൾ കാണാം. നമ്മൾ ദം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് ഞാൻ ചൂടാക്കി, കാരണം ഇവിടെ നെയ്യ് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പൊ പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നെയ്യ് ഇട്ട് കൊടുക്കുക. ആ നെയ്യ് ഇവിടെ ഇപ്പം മെൽറ്റ് ആവും, പാത്രത്തിന്റെ ചൂട് കാരണം മെൽറ്റ് ആവുന്നുണ്ട്. നമുക്കിതിന്റെ മേളിലേക്ക് ഓരോ ലെയർ ആയിട്ട് റൈസ്, ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാൻ ഇടുന്നത് റൈസാണ്. റൈസ് ഇട്ടു. ഇനി ഒരു ലെയർ ചിക്കൻ, ചിക്കനും അതിന്റെ ഗ്രേവിയും കൂടെ ആയിട്ട് ഇനി ഇതിന്റെ മേളിലേക്ക് നാരങ്ങ ഒഴിച്ചു കൊടുക്കും, സ്ക്വീസ് ചെയ്തൊഴിക്കും. വീണ്ടും നമ്മൾ ഈ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. റൈസ്, ദെൻ ചിക്കൻ, ഗ്രേവി, അങ്ങനെ. റൈസ് ചിക്കൻ ലെമൺ സ്ക്വീസ് ചെയ്ത് ആ ഒരു ഇതിൽ നമ്മൾ ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിന്റെ മേളിലേക്ക് ഇടുന്നു. വാരി വിതറി ഇട്ടു. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിൻസും കാഷ്യൂ ഇട്ട് കൊടുക്കുവാണ്. പിന്നെ മല്ലിയില, പുതിനയില, അതിനുശേഷം വീണ്ടും നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് നല്ല കട്ടിക്കിരിക്കുക. ഇതൊക്കെ ദം ചെയ്യുന്ന സമയത്ത് മെൽറ്റ് ആവും. അപ്പോൾ നമ്മൾ ദമ്മിനുള്ളത് സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യാം.
ഈ ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് ദം ചെയ്യുമ്പോഴത്തേക്കും ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകത്തില്ല. സൈഡൊക്കെ ഒന്ന് ടൈറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു കൊടുത്ത് അങ്ങനെ തന്നെ ഇരുന്നോളും. ഓക്കെ, ഇനി ഫൈനലി നമ്മൾ ലിഡ് വെക്കുക, ലിഡ് ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ്സ് ദം ചെയ്തെടുക്കുക. ഫ്ലെയിം ഓൺ ആക്കട്ടെ. അതെ, ലോ ഫ്ലെയിം 1 വെച്ച് 20 മിനിറ്റ്സിലേക്ക് ഞാൻ അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വൺസ് അലാം റിങ് ചെയ്യുന്ന സമയത്ത് ഞാനിത് ഓഫ് ചെയ്ത് വെക്കുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് ഇത് ഫുൾ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. ഫുൾ മെസ്സായി കിടക്കുവാണ് ഇതെല്ലാം. അത് നല്ല നെയ്യും എണ്ണയൊക്കെ ചേർന്നതുകൊണ്ട് കുറെ സമയം എടുക്കും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പൊ അതിന് കുറെ സമയം പോവും. പിന്നെ ഞാൻ ഇവിടെ ചിക്കൻ ഫ്രൈ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി സാലഡ് ഉണ്ടാക്കണം, പപ്പടം ഫ്രൈ ചെയ്യാനുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഒരു പിക്കിൾ ഉണ്ടാക്കി. പിക്കിളൊന്നും ഇല്ലായിരുന്നു, ഇത് നാരങ്ങയും ചെറിയില്ലേ, ചെറി, അതും കൂടി ചേർത്തിട്ടുണ്ടാക്കിയതാണ്. നല്ല മധുരമുണ്ട്. അപ്പൊ ആ ഒരു പുളിപ്പൊന്നും അറിയാതെ ആ ഒരു ചെറീന്റെ മധുരം കാരണം ആ ഒരു ഇത് ബാലൻസ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇനി ഞാൻ ഇതെല്ലാം സെറ്റ് ആക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു, മുട്ടയും കൂടി പുഴുങ്ങാനിടണം. അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ബിരിയാണി പൊതിയുന്ന സമയത്ത് നമുക്ക് കാണാം. കുക്കിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അത് കഴിഞ്ഞുള്ളൊരു ടാസ്ക് ഉണ്ടല്ലോ, പാത്രം കഴുകി ക്ലീൻ ചെയ്ത്, അത് ഭയങ്കര ഒരു സംഭവമാണ്. നമുക്ക് കുക്കിങ്ങിനേക്കാളും സമയം എടുക്കുന്ന ക്ലീനിങ്ങിനാണ്. ഞാൻ മൊത്തം കഴുകി നല്ല വൃത്തിയായിട്ട് സെറ്റാക്കി അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഇവിടെ ഡിഷ് വാഷർ ഉണ്ട്. ഇവിടെ ഡിഷ് വാഷർ ആണ്, പക്ഷെ നമ്മൾ ഇതുവരെയ്ക്കും യൂസ് ചെയ്തിട്ടില്ല. അതൊരു സ്റ്റോറേജ് പോലെയാണ് ഇപ്പൊ ഞങ്ങൾ ആ ഒരു കുപ്പികളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനെ നന്നായിട്ട് ഡീപ് ക്ലീൻ ചെയ്ത് ഇത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പൊ ജോലിഭാരം കുറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സാലഡ്, നല്ല ചിക്കൻ ഫ്രൈ, പപ്പടം, അച്ചാറുണ്ട്, മുട്ട പുഴുങ്ങിയതുണ്ട്. ഈ ഒരു അച്ചാർ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ചെറി കൂടി മിക്സ് ചെയ്ത് ചെറിയും നാരങ്ങയും കൂടിയിട്ടുള്ള പിക്കിളാണ്. ഇതാണ് ആ ഒരു ചെറി. ഇത് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയാണ്. ഇത് ഇട്ട് അച്ചാർ ഉണ്ടാക്കിയ സമയത്ത് നമുക്ക് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഒന്നും ആഡ് ചെയ്യേണ്ടി വന്നില്ല. അല്ലാണ്ട് തന്നെ നല്ല മധുരമായി ബാലൻസ്, ആ ഒരു പുളിപ്പും മധുരവും ഒക്കെ കൂടി ബാലൻസ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, അത് സക്സസ്ഫുൾ ആവും. നമുക്ക് നമ്മുടെ പൊതി ബിരിയാണി സെറ്റ് ആക്കിയാലോ? ദമ്മിന് വെച്ചിരുന്ന ബിരിയാണി നമ്മൾ ഫോയിലൊക്കെ എടുത്ത് മാറ്റി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് മിക്സ് ചെയ്യാം. നല്ല മണം, നെയ്യുടെ ഒക്കെ അടിപൊളി മണം വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഓക്കെ. ഞാൻ ഓൾമോസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെക്കാനുള്ളത് ഞാനിപ്പോ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങിയാലോ പണി. ഓക്കെ, നമുക്കിവിടെ ചോറിടാം. ചോറ് മസാലയൊക്കെ പിടിച്ച് ആ ഒരു മിന്റിന്റെ മണവും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട്, മിന്റിന്റെയും കൊറിയണ്ടറിന്റെ ഒക്കെ മണം എൻ്റെ വായിൽ പറയുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട്. എനിക്ക് നല്ല വിശക്കുന്നു ഇത് കാണുമ്പോ. നമുക്ക് ആവശ്യത്തിനുള്ള റൈസ് വെച്ച് കൊടുത്തിട്ട് ഇതിന്റെ സൈഡിലേക്ക് നമുക്ക് അച്ചാറും പപ്പടവും സാലഡും ഒക്കെ വെച്ച് നമുക്ക് പൊതിയാം. പിന്നെ ഇവിടെ 2 പീസ് ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഒരു പപ്പടം, പിന്നെ കുറച്ച് പിക്കിൾ, പിക്കിൾ ഒരു സൈഡില്, പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത് ഒരു സൈഡില്, പിന്നെ അതേ ഒരു ചിക്കൻ ഫ്രൈ, ദെൻ കുറച്ച് സാലഡും കൂടി വെച്ചിട്ട് നമുക്കത് പൊതിഞ്ഞ് എടുക്കാം. ഓക്കേ, നമുക്ക് ഇത് നമ്മൾ പണ്ട് സ്കൂളിൽ പോകുമ്പോഴേ ഇത് പൊതിയുന്ന സമയത്ത് എനിക്ക് സ്കൂളിൽ പോകുന്ന കാര്യം ഓർമ്മ വരുന്നത്. അമ്മമാര് എത്ര മഴയാണെങ്കിൽ എന്താ, ഇടിയാണെങ്കിൽ എന്താ, എന്ത് ക്ലൈമറ്റ് ആയാലും അവരെന്നെ പറമ്പിൽ പോയി വാഴയിലൊക്കെ എടുത്ത് കഴുകി അത് വാട്ടി ചോറ് തന്ന് പൊതിഞ്ഞു വിടുമല്ലോ. ചോറ് സ്കൂളിലും കോളേജിലും ഇപ്പൊ അവർക്ക് എന്ത് വയ്യായിക ഉണ്ടെങ്കിലും അവർ അതൊന്നും മൈൻഡ് ആക്കാതെ നമുക്ക് തന്നു വിടുന്ന ആ ഒരു ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പൊ എൻ്റെ മനസ്സ് എൻ്റെ നാട്ടിലെ വീട്ടിലെ വാഴത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് നൊസ്റ്റാൾജിക് ആയി.
നമുക്കിത് പൊതിഞ്ഞെടുക്കാം. സ്കൂളിലൊക്കെ പണ്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ കോളേജിൽ കൊണ്ടുപോയി. ഞാൻ ഫുൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഫുൾ കൊണ്ടുപോയിരുന്നത് ഈ പൊതിച്ചോറായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്ക് നമ്മളിത് തുറക്കുമ്പോ ആ ഒരു വരുന്ന ഒരു മണം ഉണ്ടല്ലോ. അപ്പതേ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട്, ഞാൻ പറഞ്ഞില്ല എനിക്ക് പൊതിച്ചോറ് കിട്ടി വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, എനിക്കറിയുന്ന രീതിയിൽ ഞാൻ റോൾ ചെയ്ത് പൊതിഞ്ഞെടുക്കുവാണ്. ഫൈനലി ഞാൻ പൊതിഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് കുറേ സമയം, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് ഇത് തുറന്ന് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് ഒന്നിനും പകരം വെക്കാനാവില്ല. അതെ, ഞാൻ രാവിലെ മുതൽ ഭയങ്കര നൊസ്റ്റാൾജിക് ആണ്, വീടും നാടും ഒക്കെ ഓർത്ത്. ഇപ്പൊ ഇവിടെ സമയം 1 മണിയാണ്. അപ്പൊ ഞാനിത് ഇപ്പം ഓപ്പൺ ചെയ്യുകയോ കഴിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ദിച്ചുവായിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കാം. ദിച്ചു ഇവിടെ എല്ലാ ദിവസവും സ്കൂളിലെ ലഞ്ചാണ് കഴിക്കുന്നത്. അത് സാൻഡ്വിച്ചും, ഇന്നലെ അവള് പറഞ്ഞു റൈസ് ആൻഡ് ചിക്കൻ കറി ആയിരുന്നു. ഇവിടുത്തെ രീതിയിൽ വെക്കുന്ന ഒരു ചിക്കൻ കറി, അതും പിന്നെ റൈസസ്, പിന്നെ റോസ് ഡിന്നർ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അവള് വലുതായിട്ടൊന്നും കഴിക്കാറില്ല. വീട്ടിൽ വന്നിട്ടാണ് കൂടുതലും, ഞാൻ സ്കൂളിൽ നിന്ന് നന്നായിട്ട് കഴിക്കാത്തത് കൊണ്ട് വീട്ടിൽ വന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അവൾക്ക് ഈ ഒരു പൊതിച്ചോറോ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അവള്. അപ്പോൾ അവൾക്ക് ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മളെ കുട്ടിക്കാലമൊക്കെ ഫോളോ ചെയ്ത് വന്നത്, അത് നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുകയാണല്ലോ. അപ്പൊ അവൾക്കും ആ ഒരു ഇതൊക്കെ കൊടുക്കുമ്പോൾ അവളും ഒന്ന് ഹാപ്പി ആവും, എൻ്റെ ഹാപ്പിനെസ്സും ഒന്ന് ഇരട്ടിക്കും. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വെക്കാം. നമുക്ക് 3 o'clock ആകുമ്പോൾ ദിച്ചുവിനെ പിക്ക് ചെയ്ത് വന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. അപ്പൊ ദിയ വന്നിട്ടുണ്ട്. ദിയ ഫ്രഷ് ആയി വന്നിരിക്കുവാണ് കഴിക്കാനായിട്ട്. ദിച്ചു, അമ്മ ഫുഡ് തരട്ടെ? ഇതെന്താന്ന് ഗസ് ചെയ്യാവോ? അറിയോ? കഴിച്ചിട്ടുണ്ട്, പക്ഷേ കഴിച്ചിട്ടുള്ള പൊതിച്ചോറായത്. പൊതിച്ചോറല്ല, ദിസ് ഇസ് പൊതി ബിരിയാണി. ഓക്കെ, നല്ല മണം വരുന്നില്ലേ? ദിച്ചു കഴിച്ചോ? ഉണ്ടെന്ന് പറഞ്ഞേ. പപ്പടം, ചിക്കൻ, അച്ചാർ, തൈര്, മുട്ട. യമി. ചിക്കൻ ഫ്രൈ. ഇപ്പൊ നമുക്കിത് കഴിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. ബാ, ഒരു സൈഡിൽ നിന്ന് കുറച്ച് ചിക്കൻ ഫ്രൈ പിച്ചി, കുറച്ച് പപ്പടമായിട്ട്, കുറച്ച് റൈസും സാലഡും അച്ചാറും കുറച്ച് മുട്ടയും ആയിട്ട് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. കഴിച്ചു എങ്ങനെയുണ്ടെന്ന് പറയൂ. എല്ലാം കൂട്ടി കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? സൂപ്പർ. അതെ, പുറത്തുനിന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കും പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ വാഴയിലയിൽ ഇരുന്നിട്ട് നമ്മൾ എന്തായാലും 2 മണിക്കൂർ വെച്ചിരുന്നിട്ടല്ല എടുത്തത്. അപ്പൊ ഭയങ്കര ഫ്ലേവറാണ്. എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല, സത്യം. എൻ്റെ വായിൽ വെള്ളം വന്ന് നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ഇപ്പോഴും ഇപ്പൊ ഈ വീഡിയോ വാച്ച് ചെയ്തിട്ട് തന്നെ പൊതിച്ചോറ് കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾ നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ കൊണ്ടുപോകുന്നതാണ് അല്ലെ, ഇപ്പോഴും ഡ്യൂട്ടിക്കൊക്കെ കൊണ്ടുപോകുന്നവരും ഉണ്ടാവും. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബെസ്റ്റ് മെമ്മറി നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ദിച്ചുവിന് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ഇൻഡക്ഷൻ ആണ്, അതിൽ കറക്റ്റ് ബേസ് ഉള്ള പാത്രങ്ങൾ വെച്ചാൽ മാത്രമേ അത് വർക്ക് ചെയ്യാറുള്ളൂ. അപ്പൊ നമുക്ക് ഇല വാട്ടിയെടുക്കാൻ അതിൽ പറ്റത്തില്ല, കാരണം അത് ജസ്റ്റ് ഒരു പാത്രം ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ ഓൺ ദ സ്പോട്ട് തന്നെ ബ്ലിങ്ക് ചെയ്ത് ഓഫ് ആവും. അപ്പൊ ഞാൻ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്, നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന അവനില്ലേ, അവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് നല്ല ചൂടായി വരുന്ന സമയത്ത് ഈ ഇല ഒന്ന് അകത്തേക്ക് വെച്ച് 1 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് നല്ല സൂപ്പർ ആയിട്ട് ഇല വാട്ടി കിട്ടും. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദിച്ചുന് ഇഷ്ടമായോ ബിരിയാണി? നല്ല യമ്മിയാണോ? നല്ല യമ്മിയാണോ? ഓക്കെ, ഇഷ്ടമായി. അപ്പോ നിങ്ങൾക്ക് പൊതിച്ചോറാണോ പൊതി ബിരിയാണി ആണോ കൂടുതൽ ഇഷ്ടം? നിങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോയതും നിങ്ങളുടേതായിട്ടുള്ള കുറേ നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മെമ്മറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ. പൊതിന ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. ആണോ? ഓക്കെ, അപ്പൊ ദിച്ചു 2 ബിരിയാണിയും കഴിച്ചിട്ട് ദിച്ചു പറഞ്ഞു ഈ പൊതി ബിരിയാണിയാണ് ദിച്ചുവിന് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. Like, subscribe and share and hit that follow button. Bye.